അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള ആദ്യ വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് 1866 അപ്പോൾ 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി ദാദാഭായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി. അപ്പോൾ 1866 ദാദാഭായ് നവറോജി സ്ഥാപിച്ച ദേശീയ പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. എന്താണ്? 1866 ദാദാഭായ് നവറോജി സ്ഥാപിച്ച ദേശീയ പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ്. ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി രൂപീകരിച്ചത് 1865 അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ്. ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചതെന്നാണ് 1865. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ലിവ്ഡൻ പ്രഭു ആണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ലിവ്ഡൻ പ്രഭു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ലിവ്ഡൻ പ്രഭു. 1865 ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ തിയാബ്ജിയും WC ബാനർജിയും മൻമോഹൻ ഘോഷുമാണ്. 1865 ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ തിയാബ്ജിയും WC ബാനർജിയും മൻമോഹൻ ഘോഷുമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് വന്നത് എന്താണ്? 1866 ദാദാഭായ് നവറോജി സ്ഥാപിച്ച ദേശീയ പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ്. 1865 ബദറുദ്ദീൻ തിയാബ്ജിയും ഫിറോസ് ഷാ മേത്തയും WC ബാനർജിയും മൻമോഹൻ ഘോഷും കൂടി സ്ഥാപിച്ചതാണ് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി. ഇത്രയും ഓക്കെയാണല്ലോ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ച വർഷമാണ് 1949. എന്താണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ച വർഷം ഏതാണ്? 1949. അപ്പോൾ 1949 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ചു. ഓക്കെയാണല്ലോ. ഒന്നും കൂടി പറയാം. 1866 ദാദാഭായ് നവറോജി സ്ഥാപിച്ച ദേശീയ പ്രസ്ഥാനമാണ് എന്ത്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ലിവ്ഡൻ പ്രഭു. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ്. 1865 ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ തിയാബ്ജിയും WC ബാനർജിയും മൻമോഹൻ ഘോഷുമാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ച വർഷം ഏതാണ്? 1949. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വനിതാ അംഗങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങിയതെന്നാണ്? 1912. എന്താണ്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വനിതാ അംഗങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 1912. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 1866 ദാദാഭായ് നവറോജി സ്ഥാപിച്ച ദേശീയ പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ലിവ്ഡൻ പ്രഭു. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റിയാണ്. ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി 1865 സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്തയും ബദറുദ്ദീൻ തിയാബ്ജിയും WC ബാനർജിയും മൻമോഹൻ ഘോഷുമാണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ച വർഷം ഏതാണ്? 1949.
അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വനിതാ അംഗങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങിയ വർഷം ഏതാണ്? 1912. അപ്പോൾ നമ്മൾ ഇത്രയും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി അടുത്ത ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. അടുത്ത രണ്ടാമത്തെ ദേശീയ പ്രസ്ഥാനമാണ് ഏത്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് 1876. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചതെന്നാണ്? 1876. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതെന്നാണ്? 1866. അപ്പോൾ 10 വർഷത്തിൻ്റെ ഡിഫറൻസ് ആണ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 സ്ഥാപിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്നാണ് സ്ഥാപിച്ചത്? 1876. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ച നേതാക്കൾ ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും 1876 സ്ഥാപിച്ച ദേശീയ പ്രസ്ഥാനമാണ് ഏത്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഓക്കെയാണോ? എന്താണ്? 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. ഓക്കെയാണല്ലോ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ തുടക്കകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഭാരത് സഭ എന്നാണ്. എന്താണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ തുടക്കകാലത്ത് എന്ത് പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ഭാരത് സഭ എന്നായിരുന്നു. ഓക്കെയാണോ? അപ്പോൾ ഭാരത് സഭ എന്ന പേരിൽ തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ദേശീയ പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഓക്കെയാണല്ലോ. ഭാരത് സഭയുടെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? കൽക്കട്ടയിലാണ്. എവിടെയാണ്? കൽക്കട്ട. അപ്പോൾ ഭാരത് സഭയുടെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? കൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വന്നത് ഇന്ത്യൻ നാഷണൽ അസോസിയേഷനെ കുറിച്ചാണ്. 1876 സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസും കൂടി സ്ഥാപിച്ച ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ തുടക്കകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഭാരത് സഭ എന്നായിരുന്നു. ഭാരത് സഭയുടെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. ഓക്കെയാണല്ലോ.